വെൽക്കം ടു വിങ്സ് CBSE ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് നമ്മുടെ 9ാം ക്ലാസ് CBSEയിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പുതിയ ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിങ്സിൽ നമ്മൾ ഈ പുതിയ CBSE ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ കുറേ വർത്താനം പറഞ്ഞാലും ബാക്കിയുള്ള നേരെ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ കോർഡിനേറ്റ് ജിയോമെട്രി എന്ന. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിച്ചു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭാഗങ്ങൾ പഠിച്ച് തീർക്കണം. ഓക്കെ, സോ ചാപ്റ്ററിന്റെ പേര് കോർഡിനേറ്റ് ജിയോമെട്രി. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താന്നാ. ഓക്കെ, അപ്പൊ ഇതൊരു പ്ലെയിൻ ആണ്. അപ്പൊ ഞാനിതിൽ എനിക്ക് 2 ലൈനുകളാണ് ഞാൻ വരയ്ക്കുന്നത്, ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. അപ്പൊ എന്താണ് ഈ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും നോക്കാം നമുക്ക്. ഇതുപോലെ ഇങ്ങനെ ചെരിച്ചു വരയ്ക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ചെരിച്ചു വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ലൈൻസിന് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും. എന്ത് ആക്സിസാ? ഹൊറിസോണ്ടൽ ലൈൻസിന് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും. അതുപോലെ ഞാൻ കുത്തനെ ഒരു ലൈൻ വരയ്ക്കും, വെർട്ടിക്കൽ ലൈൻസ്. എന്ത് ലൈൻസാ? വെർട്ടിക്കൽ ലൈൻസ്. ഈ വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് വിളിക്കും. അങ്ങനെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആരുണ്ടാവണേ, കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ടാവണേ. അപ്പൊ കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ടാവുന്നത് 2 ലൈനുകൾ കൂടി ചേർന്നിട്ടാ. ഏതൊക്കെയാ? എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്നിട്ട്. എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈന്, വൈ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈന്. സോ ഇവർ 2 പേരെയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കാർട്ടീഷ്യൻ പ്ലെയിൻ. അങ്ങനെ ഈ 2 ലൈനും കൂടി ചേർന്ന ഒരു സെന്റർ പോയിന്റ് ഇല്ലടാ. ഈ സെന്റർ പോയിന്റിന് നമ്മൾ നല്ലൊരു ഭംഗിയുള്ള പേരിട്ട് വിളിക്കും, ഒറിജിൻ എന്ന്. എന്താണ്? ഒറിജിൻ. പാരാ ഒറിജിൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനേണ്ട നമ്മൾ എന്തെന്ന് വിളിക്കുക, ഒറിജിൻ എന്ന് വിളിക്കുക. ഇത് സെറ്റ് ആണോ? സോ നമ്മളിപ്പോ പഠിച്ചത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താണെന്നാണ്. കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ടാവുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്നിട്ടാണ്. അതുപോലെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്നുണ്ടാവുന്ന പോയിന്റ് നമ്മൾ എന്തെന്ന് വിളിക്കും, ഒറിജിൻ. ഇനി ഞാൻ പുതിയൊരാളെ പഠിപ്പിക്കാൻ പോവാ. അങ്ങനെ നമ്മുടെ ഈ ലൈൻ 2 എണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പോർഷൻസ് കിട്ടും. ഇത് ഫസ്റ്റ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, ഇത് തേർഡ് പോർഷൻ, ഇത് ഫോർത്ത് പോർഷൻ. അങ്ങനെ നമുക്ക് ഈ ആക്സിസുകൾ കട്ട് ചെയ്തിട്ട് 4 പോർഷൻസ് കിട്ടും. ഇവരെ നമ്മൾ വിളിക്കുക ക്വാഡ്രന്റുകൾ എന്നാ. എന്താ വിളിക്കുക? ക്വാഡ്രന്റ്. അപ്പൊ നമുക്ക് ആക്ച്വലി എത്ര ക്വാഡ്രന്റുകൾ ഉണ്ടാ? 4 ക്വാഡ്രന്റുകളാണല്ലേ. ഓക്കെ, അപ്പൊ ഇതേതാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതേതാ? സെക്കൻഡ് ക്വാഡ്രന്റ്. ഇതേതാ? തേർഡ് ക്വാഡ്രന്റ്. ഇതേതാ? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാണ്ട്. അപ്പൊ 2 ലൈൻസ് കൂടി ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ടാവുന്നു. നമുക്ക് 4 പോർഷൻസ് കിട്ടുന്നു. ആ 4 പോർഷൻസിന് നമ്മൾ ക്വാഡ്രന്റുകൾ എന്ന് വിളിക്കുന്നു. ഇനി ഓരോ ക്വാഡ്രന്റിനും ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒറിജിൻ ഇല്ലേ, ഈ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. എന്ത് വാല്യൂസാ? പോസിറ്റീവ് വാല്യൂസ്. അപ്പൊ ഇത് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഇല്ലേ, അതെല്ലാം എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരിക. ഇതുപോലെ വൈ ആക്സിസിനുണ്ട്. ഈ ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് ഉള്ളതിനെ വൈ ആക്സിസിന്റെ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ടോപ്പ് മുകളിലോട്ടുള്ളത് അപ്പർ സൈഡ്. അതുപോലെ തന്നെ താഴത്തോട്ടുള്ളത് ഇതെന്തായിരിക്കും? വൈ ആക്സിസിന്റെ നെഗറ്റീവ് സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് അടുത്തത് അറിയേണ്ടത്. അപ്പൊ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് റൈറ്റ് സൈഡില്, എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡില്, വൈ ആക്സിസിന്റെ പോസിറ്റീവ് മുകളിലും വൈ ആക്സിസിന്റെ നെഗറ്റീവ് താഴെ. ഓക്കെ, ദെൻ അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ. നമ്മളപ്പോ ഇത് എന്തിനാ പഠിക്കണെന്ന് മനസ്സിലുള്ള ചോദ്യം ഉണ്ടാവും. ഇതൊക്കെ പഠിക്കുന്നതേ ഞാനിങ്ങനെ ഒരു പോയിന്റ് കൂടി ഇടാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് എ പൊസിഷൻ ഓഫ് ദ പോയിന്റ്, അത് കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാ. ഓക്കെ, സോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റ്. നോക്കി, ആ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവാ.
എക്സും പോസിറ്റീവാ, വൈയും പോസിറ്റീവ്. എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത അവിടുത്തെ ആദ്യത്തെ ആളും പോസിറ്റീവ്, രണ്ടാമത്തെ ആളും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിലൊരു കാര്യം നമ്മൾ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യം എഴുതുന്നത് എക്സ് ആക്സിസിലെ ആളെയും രണ്ടാമത് എഴുതുന്നത് വൈ ആക്സിസിലെ ആളെയായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? അപ്പോ അതിൽ ആദ്യത്തെ ആളും പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ ആളും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ എങ്ങനെ തരാണ്? 1 2 തന്നു. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെയുള്ള എക്സ് എത്രയാ? 1. വൈ എത്രയാ? വൈ 2 ആണ് അല്ലെ. അപ്പൊ എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇത് എവിടുത്തെ ആളായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആളായിരിക്കും. കത്തിയ ഇത് എവിടുത്തെ ആളായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആളായിരിക്കും. ദെൻ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു വിചാരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ എന്താ പ്രത്യേകത? ഇവിടെ നോക്കിയേ, ഇതിന്റെ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്. ഇപ്പൊ ഇവിടുത്തെ പോയിന്റ് പ്രത്യേകത എന്താ? ഇവിടുത്തെ എക്സ് നോക്കിയേ നെഗറ്റീവാ വരുന്നേ. വൈ എന്ന് വെച്ചാൽ ഇതാണല്ലേ, വൈ എന്താണ്? പോസിറ്റീവാ. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത അവിടുത്തെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണ്. ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഇങ്ങനെയാ വരുന്നതെന്ന് വിചാരിക്കും. -1, അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൽ എക്സ് എത്രയാ? -1. അപ്പൊ എക്സ് നെഗറ്റീവാ. വൈ എത്രയാ? 2 പോസിറ്റീവാ. അപ്പൊ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയാൽ അത് ഏത് ക്വാഡ്രന്റ് ആടാ? സെക്കൻഡ് ക്വാഡ്രന്റാ. കത്തിയ സിമ്പിൾ അല്ലേ? ദെൻ തേർഡ് ക്വാഡ്രന്റ് നോക്കിയേ. തേർഡ് ക്വാഡ്രന്റ് പ്രത്യേകത എന്താ? ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കാന്ന് വിചാരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് എടുത്താൽ എന്താ പ്രത്യേകത? ഇതല്ലേ എക്സ് ആക്സിസ്. ഇവിടെ ഒരു പോയിന്റ് എടുത്താല് ആ പോയിന്റ് പ്രത്യേകത എന്താ? ഇവിടെ എക്സ് നെഗറ്റീവാ, അതുപോലെ വൈയും തന്നെയാ നെഗറ്റീവാ. അപ്പൊ അതിനർത്ഥം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, എക്സ് വാല്യൂവും വൈ വാല്യൂവും നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? ഇവിടെ തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. ലൈക്ക് എക്സാമ്പിൾ, ഞാൻ എന്റെ നമ്പർ എനിക്ക് -1 -2. കണ്ടോ, എന്റെ ഇവിടുത്തെ എക്സും വൈയും നെഗറ്റീവ് ആണ്. അപ്പൊ എക്സും വൈയും നെഗറ്റീവ് ആയാൽ എന്താണത്? തേർഡ് ക്വാഡ്രന്റാ. സിമ്പിൾ അല്ലേ? അടുത്ത ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെ എക്സ് പോസിറ്റീവ് അല്ലേ? എക്സ് എന്താണ്? പോസിറ്റീവ്. അതുപോലെ വൈ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ നോക്ക്, എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഒരു നമ്പർ എടുക്കണേ ഇങ്ങനെ ആയിരിക്കും, 1 -2. ഇവിടുത്തെ ആളെടുത്ത് കഴിഞ്ഞാൽ, പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എക്സ് എത്രയാ? പോസിറ്റീവാ. വൈ എന്താ? നെഗറ്റീവ്. അപ്പൊ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയാൽ അത് ഏത് ക്വാഡ്രന്റ് ആടാ? ഫോർത്ത് ക്വാഡ്രന്റ്. ഇപ്പൊ ഞാൻ എന്തൊക്കെയാ പഠിപ്പിച്ചേ? ഞാൻ പറഞ്ഞു ഒരു പ്ലെയിനിൽ നമുക്ക് 2 ലൈനുകളെ വരയ്ക്കാൻ പറ്റുക, അഥവാ 2 ആക്സിസുകളെ വരയ്ക്കാൻ പറ്റുക. എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്നിട്ട് സെൻട്രൽ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഒറിജിൻ, ഇന്റർസെക്ട് ചെയ്തിട്ട്. അങ്ങനെ അവര് 4 ഭാഗങ്ങളായി പേര് വരും. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രത്യേകത അതിൽ എക്സും പോസിറ്റീവ് ആയിരിക്കും, വൈയും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് പ്രത്യേകത അവിടുത്തെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് പ്രത്യേകത അവിടെ എക്സും നെഗറ്റീവാ, വൈയും നെഗറ്റീവാണ്. എന്താ ഫോർത്ത് ക്വാഡ്രന്റ് പ്രത്യേകത? അവിടെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പക്കയല്ലേ? ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യാണ്? അടുത്തൊരു കാര്യത്തിലോട്ട് പോവാ. ശ്രദ്ധിച്ചു, ഞാൻ എന്ത് ചെയ്യാണ്? അതിനുവേണ്ടി ഒരു ഭംഗിയുള്ള നല്ല രസമുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താണെന്നൊക്കെ അറിയാലോ. നമ്മുടെ ഈ എക്സ് ആക്സിസും അതുപോലെ ഈ വൈ ആക്സിസും കൂടി ചേർന്നുണ്ടാകുന്നതാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ. 4 ക്വാഡ്രന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു ഭംഗിയുള്ള ഒരു പോയിന്റ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഈ പോയിന്റിന്റെ പൊസിഷൻ കാണണം കേട്ടോ. ഈ പോയിന്റിന്റെ പൊസിഷൻ എനിക്ക് കാണണമെങ്കിൽ പോയിന്റ് ഒന്നുകൂടി ഞാൻ ഭംഗിയായി കൊടുക്കാം. ഇവിടെ കൊടുക്കാം. ഈ പോയിന്റ് പൊസിഷൻ കാണണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം ഞാൻ ഇത് എക്സ് ആക്സിസിന് എത്ര ഉള്ളതെന്ന് നോക്കാം. എക്സ് ആക്സിസിന് ഈ പോയിന്റിലോട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കാം അല്ലെ? എക്സ് ആക്സിസിനും ഇത് വൈ ആക്സിസിനും. അപ്പൊ നമുക്ക് നോക്കിയാൽ ഞാൻ മനസ്സിലാവും എക്സ് ആക്സിസിന് എത്ര നീങ്ങിയിട്ടുണ്ട്. എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ എത്ര നീങ്ങിയിട്ടുണ്ട്? 3. വൈ ആക്സിസ് വെച്ചാൽ ഹൈറ്റാ.
ഹൈറ്റും എത്ര പോയിട്ടുണ്ടാ 3. അപ്പൊ ഇത് ആക്ച്വലി ഏതാ പോയിന്റ് 3,3. എന്താണ് 3,3. മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിളോട് ഞാൻ കാണിക്കാം. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുക്കാന്ന് വിചാരിക്കും. ലൈക്ക് ഇത് ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ കുഞ്ഞു ഡോട്ടുകൾ എടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും കാര്യം എങ്ങനെയാണ്. ഇപ്പോ ഇതല്ലേ എക്സ് ആക്സിന് 0. എക്സ് ആക്സിന് 0 എത്ര ലെഫ്റ്റിലോട്ട് വന്നിരിക്കുന്നത് -2 അല്ലേ. അപ്പൊ ഈ പോയിന്റിന്റെ എക്സ് എത്രയാണ് -2. എക്സ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി നീങ്ങിയതാ കാണിക്കണ്ടേ. വൈ എന്ന് വെച്ചാൽ ഹൈറ്റാ. ഹൈറ്റ് എത്രയാണ് 4. പി പോയിന്റ് എന്താ -2,4. ഇവിടെ ഒരു പോയിന്റ് എടുക്കാം നമുക്ക്. ഇവിടെ വേണ്ട, ഇത് ഇവിടെ എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് എടുത്തു നോക്കി. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ എക്സ് ആക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലേ നീങ്ങിയിരിക്കണേ. അപ്പൊ ആക്ച്വലി എത്രയാണ് -2. വൈ ആക്സ് എത്രയാ വന്നിരിക്കുന്നത് ആണ്ടാ -4. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ നിന്ന് നമുക്കൊരു പോയിന്റ് അത് എക്സ് എത്ര നീങ്ങിയിട്ടുണ്ട് വൈ എത്ര നീങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഈ കാർട്ടീഷ്യൻ പ്ലെയിനിന്റെ മെയിൻ ഉപയോഗം. ദെൻ ഇവിടെ ഒരു കുഞ്ഞിക്കാരോട് ഞാൻ പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഇതല്ലേടാ നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാല് അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്താ പ്രത്യേകത? എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ഞാനൊരു ജനറൽ ആയ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ x,0 എന്നായിരിക്കും. വൈ എന്ന് വെച്ചാൽ ഹൈറ്റ് അല്ലേ. എക്സ് ആക്സിസിൽ ഒരിക്കലും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ആക്സിസിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്യണം പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കും. 2-ലല്ലേ പ്ലോട്ട് ചെയ്ത്, അത് എക്സ് ആക്സിസിലല്ലേ. ഈ പോയിന്റ് എന്തായിരിക്കും 2,0. ഇവിടെയാണ് ഞാൻ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും 4ന്റെ അവിടെ. അപ്പൊ എന്തായിരിക്കും 4,0. ഇവിടെയാണ് ഞാൻ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും എക്സ് ആക്സിസിലാണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും -3,0. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ പോയിന്റ് എങ്ങനെയായിരിക്കും വരിക? x,0. എക്സ് ഉണ്ടാവും, y 0 ആയിരിക്കും. ഈ സെയിം കേസ് വൈ ആക്സിസിലുണ്ട്. വൈ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ ഞാൻ ഒരു പോയിന്റ് ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിന്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും 0,y. y,0 എന്ന് എഴുതരുത്. y നമ്മൾ രണ്ടാമത് എഴുതുക. ആദ്യം എഴുതുന്നത് എക്സാ. അപ്പൊ ഹൈറ്റ് എടുക്കുമ്പോ അതെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഹൊറിസോണ്ടലി നീങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ ഹൈറ്റ് വൈ ആക്സിസ് എടുക്കുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ വൈ ആക്സിസിന്റെ പ്രത്യേകത അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കാണ് 4 എടുക്കാണ്. ഈ 4ന്റെ അവിടെ അപ്പൊ നിങ്ങളടുത്ത് കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് വരിക? എങ്ങനെയായിരിക്കും വരിക? 0,4. കണ്ടോ, എക്സ് 0 ആക്കണം. എക്സ് എന്താക്കണം 0യും വൈ എന്തായിരിക്കും 4. ഓക്കെ, ഇവരെയാണ് നമ്മൾ കോർഡിനേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, കോർഡിനേറ്റ്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ചേർന്ന് എന്ത് വിളിക്കുക? കോർഡിനേറ്റ്. ഓക്കെ, സോ ഇവിടെ ഒരു പോയിന്റ് എടുക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഇതേ വൈ ആക്സിസിലല്ലേ എടുക്കണേ. വൈ ആക്സിസിന്റെ പ്രത്യേകം എന്താ? എക്സ് കോർഡിനേറ്റ് 0 അല്ലേ. എന്ത് 0 ആണ്? എക്സ് കോർഡിനേറ്റ് 0. അപ്പോ ഇവിടെ ഇപ്പൊ ഇതെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും 0,-3. എന്തുകൊണ്ടാ? ഇത് വൈ ആക്സിസാ. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0. എന്നിട്ട് ആ വൈന്റെ എത്രയാണോ അത് എടുത്ത് എഴുതുക. ഇവിടെ ഇപ്പൊ -y ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും 0,-5. കണ്ടോ, എക്സ് കോർഡിനേറ്റ് 0, വൈ ആക്സിസ് ഉണ്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ 3,3 അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ 2,0 ഇങ്ങനെ എഴുതിയില്ലേ. ഇങ്ങനെ സി ബ്രാക്കറ്റിൽ എക്സ് ആക്സിസിലെ പോയിന്റും വൈ ആക്സിസിലെ പോയിന്റും കൂട്ടി എഴുതി കഴിഞ്ഞാൽ അതിനാണ് ആക്ച്വലി കോർഡിനേറ്റുകൾ എന്ന് വിളിക്കുക കേട്ടോ. നമ്മൾ ഇത്ര നേരം പോയിന്റ് എന്നാ പറഞ്ഞേ, പക്ഷെ നമ്മൾ ഭംഗിയുള്ള ഒരു പേരാക്കി വിളിക്കും ഇവരെന്ത്? കോർഡിനേറ്റ്. ഓരോന്നും സെപ്പറേറ്റ് പേരൊക്കെ ഉണ്ട്, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടുപേരും ചേർത്ത് വിളിക്കുന്ന പേര് അറിഞ്ഞാൽ മതി. അതെന്താണ് ആക്ച്വലി കോർഡിനേറ്റ് എന്നാ. അപ്പൊ കോർഡിനേറ്റിൽ ആദ്യത്തെ ആൾ എന്തായിരിക്കും? എക്സ് ആക്സിസിലാളും രണ്ടാമത്തെ ആൾ എന്തായിരിക്കും ഇവിടെ? വൈ ആക്സിസിലാളും ആയിരിക്കും. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കോർഡിനേറ്റുകൾ പ്ലോട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഞാനിപ്പോ ബി ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ബിയില് ഇവിടെ നോക്കി, ഇതല്ലേ പോയിന്റ്. ഇത് ആക്ച്വലി എക്സ് ആക്സിസിൽ എത്ര നീങ്ങിയിട്ടുണ്ടോ? 3. വൈ ആക്സിസിൽ എത്ര ഹൈറ്റ് വന്നിട്ടുണ്ട്? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റൂ അല്ലെ, എത്രയാണ്? 4. അപ്പൊ ബി എന്താ? 3,4. എ നോക്കി, എയില് എക്സ് ആക്സിസ് എത്ര നീങ്ങിയിട്ടുണ്ട്? എക്സ് ആക്സിസ് എത്ര നീങ്ങിയിട്ടുണ്ട്? ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്? എത്രയാ? -2. വൈ ആക്സിസ് ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട്? ഹൈറ്റ്
എത്ര പൊന്തിയിട്ടുണ്ട്? -1. കണ്ട, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇതിലെ എക്സ് ആക്സിസും വൈ ആക്സിസും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഡി നോക്കിയേ, ഡി എത്ര എക്സ് ആക്സിസ് വന്നിട്ടുണ്ട് നോക്ക്? -4. എത്ര വൈ ആക്സിസ് വന്നിട്ടുണ്ട്? -2. കണ്ടോ? സി നോക്കിയേ, സി കണ്ട, ഇതല്ലേ എത്ര എക്സ് ആക്സിസ് വന്നിട്ടുണ്ട്? 1. എത്ര വൈ ആക്സിസ് വന്നിട്ടുണ്ട്? -3. കണ്ട, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പോയിന്റിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനോടുള്ള ഉപയോഗം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: ഫിഗർ 1.3 ഷോസ് റയാൻസ് റൂം വിത്ത് പോയിന്റ്സ് O, A, B, C marking its corners. The x and y axis are marked in the figure. Point O is the origin. ഇതാണ് ഈ തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റയാന്റെ റൂമിന്റെ ഒരു പ്ലാൻ ആണ്. അപ്പൊ അതില് ഈ O എന്ന് പറയുന്നതാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് വെച്ചാൽ അറിയാലോ, ഒറിജിൻ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രത്യേകത എക്സും 0 ആയിരിക്കും, വൈയും 0 ആയിരിക്കും. അതാണ് ഒറിജിൻ. മനസ്സിൽ നിന്ന് വിടാനേ പാടില്ല. എന്താ ഒറിജിന്റെ പ്രത്യേകത? എക്സും 0, വൈയും 0. എന്നിട്ട് ആ 0ന്ന് റൈറ്റ് സൈഡിലോട്ടുള്ളത് എന്നിട്ടുള്ളൂ. അപ്പോ ഇത് എക്സ് ആക്സിന്റെ പോസിറ്റീവാ. അതുപോലെ ഈ 0ന്ന് മുകളിലോട്ടുള്ള അപ്പർ സൈഡ് വന്നിട്ടുള്ളൂ. ഇത് ആക്ച്വലി വൈ ആക്സിന്റെ പോസിറ്റീവാ. അപ്പൊ നോക്കി, എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. അപ്പൊ ആക്ച്വലി നമുക്ക് ഏത് ക്വാഡ്രന്റ് മാത്രം വന്നിട്ടുള്ളത്? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ എനിക്കത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലായത്? ഇവിടുത്തെ എക്സും പോസിറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുള്ളേ, വൈയും പോസിറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുള്ളേ. അപ്പൊ എക്സും പോസിറ്റീവ് ആയി, വൈയും പോസിറ്റീവ് ആയി. രണ്ടും പോസിറ്റീവ് ആണെന്ന് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റില. അപ്പൊ ആ ഫിഗർ ഒക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് D1 R1 represent the door to Ryan's room. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ D1ഉം R1ഉം ആണ് എന്ത് ചെയ്യുന്നേ? റയാന്റെ റൂമിലോട്ടുള്ള ഡോർ ആയിട്ട് കരുതുന്നത്. ഇതാണ് ആ റയാന്റെ റൂമിലോട്ടുള്ള എൻട്രി പൊസിഷൻ. ഏതൊക്കെയാ? ഈ D1ഉം R1 D1 എന്ന് വെച്ചാൽ +8ഉം R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.5 അറിയാലോ, ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് അവിടെ y 0 ആയിരിക്കും. അതുകൊണ്ട് മറ്റാളെ 0 എന്ന് ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇനി നമുക്ക് കത്തണം. ഓക്കെ, എന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: ഹൗ ഫാർ ഈസ് ദ, ഇവിടെ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നേ, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ. ലെഫ്റ്റ് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് വൈ ആക്സിസ് ഓഫ് ദ റൂം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതല്ലേടാ നമ്മുടെ വൈ ആക്സിസ്. വൈ ആക്സിസ് ഞാനിത് കളർ മാറ്റിയൊക്കെ തരാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഈ വൈ ആക്സിസ് എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് തുടങ്ങണേ അല്ലെ. ഇവിടെ നിന്ന് നമ്മുടെ ഈ റൂമിലോട്ട് എത്ര ദൂരമുണ്ട്? ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് തന്നെ മനസ്സിലാവും. 0ന്ന് തുടങ്ങി എവിടെ എത്തുമ്പോഴാ നമ്മുടെ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 8-നല്ലേ. അപ്പോ ആക്ച്വലി എത്ര ദൂരമുണ്ട്? 80 യൂണിറ്റ്സ് ആണുള്ളത്. ചോദ്യം ഇതാണ്: നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് നമ്മുടെ ഡോറിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡോർ തുടങ്ങുന്നത് +8 കണ്ടോ, 8-നല്ലേ തുടങ്ങണേ. അപ്പൊ 0ൽ നിന്ന് 8ലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 80 യൂണിറ്റ്സ്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം എത്രയാണ്? ഫ്രം വൈ ആക്സിസ് അല്ലേ, വൈ ആക്സിസിൽ നിന്ന് ഡോറിലോട്ടുള്ളത് എത്രയാണ്ടാ? 80 യൂണിറ്റ്സാ. ചോദ്യം കഴിഞ്ഞിട്ടില്ല. അടുത്ത എന്തുണ്ട്? ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നാ. ഇത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തരുന്നതാ. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമില്ലേ, ഇവിടെ നോക്കി, ഈ ഡോറ് കിടക്കുന്നത് ആക്ച്വലി എക്സ് ആക്സിസിൽ തന്നെയല്ലേ. എന്താ എക്സ് ആക്സിസിന്റെ പ്രത്യേകത? ഇത് എക്സ് ആക്സിസ് ആണല്ലേ. എന്താ എക്സ് ആക്സിസിന്റെ പ്രത്യേകത? എക്സ് ആക്സിസില് ആക്ച്വലി വൈ കോർഡിനേറ്റ് 0യാ. വൈ കോർഡിനേറ്റ് എന്താണ്? 0. അപ്പൊ ഇത് എക്സ് ആക്സിസിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരം എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 0 യൂണിറ്റ്സ്. എന്തുകൊണ്ടാ അപ്പൊ 0 യൂണിറ്റ്സ് എഴുതാൻ പറ്റുന്നത്? 0 യൂണിറ്റ്സ് എഴുതുന്നത് അത് ആക്ച്വലി എക്സ് ആക്സിസിൽ തന്നെ കിടക്കണേ. ഓക്കെ, എക്സ് ആക്സിസിൽ തന്നെ കിടക്കണോണ്ടാണ് അതിനെന്തെന്ന് എഴുതിയേ? 0 യൂണിറ്റ്സ് എഴുതിയ കേട്ടോ. ശ്രദ്ധിക്കുക. അടുത്ത നോക്കിയേ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? D1ന്റെ കോർഡിനേറ്റ് ഇതാണല്ലേ D1. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് 8 ആണ് കേട്ടോ. നമുക്കറിയാലോ ഇത് എക്സ് ആക്സിസ് ആണല്ലോ. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്താണ്? ആക്ച്വലി 0യാ. അപ്പൊ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുമ്പോൾ 8 ഇല്ല. അപ്പൊ അതെങ്ങനെ എടുക്കുക? 8,0 ഇതായിരിക്കും കോർഡിനേറ്റ്. എക്സ് എത്രയായിരിക്കും? 8.
അവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും 0. അപ്പൊ എന്താ വരിക? d1 ഈക്വൽ ടു എന്ത് ചെയ്താം 8,0. ഇത് 0 ആയത് എന്തുകൊണ്ടാണ്? എക്സ് ആക്സിൽ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇയാള് 0 ഇട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് R1 is the point 11.50, R1 എന്ന് പറയുന്ന പോയിന്റ് ആണ് 11.50 തന്നിരിക്കുന്നത്. ഹൗ വൈഡ് ഈസ് ദ ഡോർ? ഈ ഡോറിന് എത്ര വലിപ്പം ഉണ്ടാവും? അപ്പൊ നോക്കിയേ, ഇവിടെ നിന്നല്ലേ ഡോർ തുടങ്ങണേ? D1 18, അവസാനിക്കുന്നത് എവിടെയാണ്? R1 എന്ന് പറയുന്ന ഈ പോയിന്റ് അല്ലേ 11.5. അപ്പൊ 18 തുടങ്ങിയിട്ട് 11.5 അവസാനിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 11.5 8 കുറച്ചാല് നമുക്ക് എന്ത് ചെയ്യും? ഡോറിന്റെ വിഡ്ത്ത് കിട്ടും. ഡോറിന്റെ കിട്ടും, വിഡ്ത്ത് സിമ്പിൾ അല്ലേ? നമ്മൾ എങ്ങനെ ചെയ്യാം? 11.5 മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? 8 എന്ന് മാത്രം ഉള്ളെങ്കിൽ 8.0 എന്ന് ഇടണം കേട്ടാ. 8 മാത്രമാണ് 8.0 എന്ന് ഇടാം. പിന്നെ പരിപാടി എളുപ്പമാണ്. 11 8 കുറയ്ക്കുക അല്ലെ? അപ്പൊ 0.5 എന്ന് 0 കുറച്ചാൽ 0.5 തന്നെ വരും അല്ലെ? അടുത്ത 11 8 കുറച്ചാൽ പോരെ? സോ 11 8 കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി എന്തെന്ന്? ഇപ്പൊ ഇതാണ് കേട്ടോ ഡോറിന്റെ വലിപ്പം. അപ്പൊ ഡോറിന്റെ വലിപ്പം വിഡ്ത്ത് കണ്ടുപിടിക്കണേ നിങ്ങൾ എന്ത് ചെയ്യുക? 11.5 8 കുറയ്ക്കുക. ഇത്ര ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് ഓഫ് ദ ഡോർ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? R1 നിന്ന് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാണ്? D1 കുറയ്ക്കുകയാണ്. R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11.5 മൈനസ് D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. അപ്പൊ എത്ര കിട്ടും? 3.5 എന്ന് കിട്ടും. എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? ഇത് എന്തിന് കംഫർട്ടബിൾ ആണെന്നാ ചോദിക്കുന്നത്? ഒരാൾക്ക് ഇതിൽ കൂടെ പോവാനായിട്ട് സുഖത്തിൽ ഈ ഡോറിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നേ? 1 യൂണിറ്റിനെ 1 ഫീറ്റ് ആയിട്ട് എടുക്കുക. 1 യൂണിറ്റിനെ എടുക്കുക 1 ഫീറ്റ്. അപ്പോ ഇവിടെ വിഡ്ത്ത് ഓഫ് ദ ഡോർ നമുക്ക് കിട്ടിയത് എത്രയാ? 3.5 യൂണിറ്റ് അല്ലേ? അപ്പൊ 3.5 യൂണിറ്റിന് 3.5 ഫീറ്റ് എന്ന് എഴുതാൻ പറ്റും. ഒരു യൂണിറ്റിന് 1 ഫീറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ 3.5 യൂണിറ്റിന് 3.5 ഫീറ്റ് എന്ന് എടുക്കുക. 3.5 അടി. 3.5 അടി കൂടെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും ഡോറിൽ കൂടെ. നിങ്ങൾ 3.5 അടിക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. 3.5 അടി കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൂടെ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ് ഇറ്റ് ഈസ് എന്താണ് പറയേ? കംഫർട്ടബിൾ. എന്താണ്? കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? യൂണിറ്റിനെ ഫീറ്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഒരു യൂണിറ്റിന് 1 ഫീറ്റ് ആയിട്ട് എഴുതി. അപ്പൊ 3.5 യൂണിറ്റ് 3.5 ഫീറ്റ്. 3.5 അടി ഉള്ള വിഡ്ത്തിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡോറിൽ കൂടെ കടന്നു പോകാൻ പറ്റും. ഒരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. ഇതാണ്, ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എന്റർ ദ റൂം. ഒരു വീൽ ചെയറിൽ ഇപ്പൊ കാലിനൊക്കെ വയ്യാത്ത ഒരാൾ വീൽ ചെയറിലൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ? അപ്പൊ വീൽ ചെയറിലാണെങ്കിൽ ആൾക്ക് ഈ ഡോറിൽ കൂടെ ഈസിലി പോകാൻ പറ്റും, ആക്സസബിൾ ആയിട്ട് കടന്നു പോകാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, ഒരു വീൽ ചെയർ എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കണം. വീൽ ചെയറിന്റെ ഫീറ്റ് ഏകദേശം എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 1.5 ഫീറ്റ് ടു കൂടി വന്നാൽ 2.5 ഫീറ്റ് വരെ വരും. എന്ത്? ഒരു വീൽ ചെയറിന്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോ 1.5 അടി മുതൽ 2.5 അടി വരെയുള്ള വീൽ ചെയർ എന്തായാലും 3.5 അടിയുള്ള ഡോറിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റൂലേ? ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ് ഇറ്റ് ഈസ് കംഫർട്ടബിൾ ടു എന്താണ്? വീൽ ചെയർ എൻട്രിങ് ദ റൂം. അങ്ങനെ ചെയ്താൽ നമുക്ക് അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീൽ ചെയറിലുള്ള പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും? ആ റൂമിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് B1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 1.5. ഇതാണ് B1. കണ്ടോ ഇവിടെ തന്നെ B1 അത് എത്രയാ? 0 1.5. കേട്ടോ എന്താ ചോദ്യം? B2 is 0.4. ഇതാണ് B2 ആണ് വന്നിട്ടുള്ളത് 0.4. എന്നിട്ട് എന്താ ചോദ്യം?
represent the ends of the bathroom door. ഇത് ബാത്റൂം ഡോർ ആണെന്നാ പറയണത്. അപ്പൊ ഇതെന്താണ് ആക്ച്വലി? ബാത്റൂം ഡോറാ. ബാത്റൂം ഡോർ ആണ് ട്ടോ. ഒരു ചോദ്യം ഇതാണ്, is the bathroom door narrower or wider than the room door? എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാത്റൂമിന്റെ ഡോറ് നമ്മുടെ റൂമിന്റെ ഡോറിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. വീതി കൂടിയതാണോ വീതി കുറഞ്ഞതാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ കണ്ടുപിടിക്കുക അല്ലെ. വിഡ്ത് ഓഫ് ദ ബാത്റൂം ഡോർ. നമ്മൾ എങ്ങനെയാണ് വിഡ്ത് കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ? നേരത്തെ ചെയ്ത പോലെ എന്താ ചെയ്യണ്ടേ? നമുക്ക് B2യിൽ നിന്ന് B1 കുറച്ചാൽ മതി. എത്രയാണ് B2? 4 മൈനസ് എത്രയാണ് B1? 1.5. കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. 4ന്ന് 1.5 കുറയ്ക്കുക അല്ലെ. ഇപ്പൊ 4 നമുക്ക് 4.0 എന്ന് എഴുതാം. 1.5 കുറയ്ക്കാലോ. അപ്പൊ 0 നമുക്ക് ഇത് കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 0 - 5 പറ്റില്ലല്ലോ. അപ്പൊ ഇത് വിട്ടാൽ ഇവിടെ 3 ഇവിടെ 10 എഴുതാം അല്ലെ. അപ്പൊ 10ന്ന് 5 കുറച്ചാല് 5. അതേപോലെ പോയിന്റ് അതുപോലെ ഇടുക. നേരക്ക് പോയിന്റ് അതുപോലെ ഇടുക. അത് 3ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2. അപ്പൊ 2.5 എന്ന് കിട്ടും. ഇങ്ങനെ ഒന്ന് ആലോചിക്കേണ്ട. 4ന്ന് 1.5 കുറച്ച് കഴിഞ്ഞാൽ 2.5 യൂണിറ്റ്. ചോദ്യം ഇതാണ്, നമ്മുടെ ബാത്റൂം ഡോറിന്റെ ലെങ്ത് വിഡ്ത്തിന്റെ ഇത് ഡോറിനേക്കാൾ ചെറുതാണോ വലുതാണോ? ചെറുതല്ലേടാ. കാരണം നമുക്ക് ഡോർ എത്രയാണ് ആക്ച്വലി കിട്ടിയത്? 3.5 അല്ലേ. ബാത്റൂമിന്റെ ഡോറിന് എത്ര കിട്ടിയത്? 2.5 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ബാത്റൂംസ് ഡോർ ഈസ് നാരോവർ ദാൻ എന്താണ് ആക്ച്വലി റൂംസ് ഡോർ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇന്ന് ഇത്രേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും നോട്ടിൽ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.